എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള ഭാഗം. വെളിപ്പാട് 12-ന്റെ 7 മുതൽ 12 വരെ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം നമ്മുടെ ജീവിതത്തിന് ദാനമായി ദൈവം തമ്പുരാൻ നൽകി. നമ്മൾ വായിച്ച വേദഭാഗം ഒരു നാടകം കാണുന്നത് പോലെ അതിനെ ഇമാജിൻ ചെയ്യുന്നതിനും സ്വർഗീയ ശക്തിയുടെയും തിന്മശക്തിയുടെയും പോരാട്ടങ്ങൾ എപ്രകാരമായിരിക്കുമെന്നും യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. 4-5 വാക്യങ്ങൾ ഈ ഭാഗത്തെയും 6-ാം വാക്യം 13 മുതൽ 17 ഭാഗത്തെയും ഒക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലവും പ്രതിഫലവുമായി സ്വർഗത്തിൽ അതേ സമയം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്ന ദർശനമാണിത്. മഹാസർപ്പവും പഴയ പാമ്പും. സാത്താൻ കുറ്റം ആരോപിക്കുന്നവൻ, സകല ലോകത്തിൻ്റെയും വഞ്ചകനും ആയ പിശാചിന് പിന്നീട് സ്വർഗത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലാതാകുന്നു. ദൈവത്തിൻ്റെ നീതിയുടെയും വിശുദ്ധിയുടെയും മുൻപിൽ മനുഷ്യവർഗത്തിൻ്റെ ബലഹീനതയും അപജയവും തുറന്നു കാട്ടാൻ കുറ്റാരോപകൻ എന്ന നിലയ്ക്ക് അവൻ ന്യായമായ ഒരു സ്ഥാനം സ്വർഗത്തിൽ അവകാശപ്പെട്ടിരുന്നിരിക്കാമെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം സാത്താനും അവരോട് കൂടെ നിന്നു. ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചവൻ ഇയ്യോബിന് വേണ്ടി വാദിക്കുന്ന രംഗം അവിടെയുണ്ട്. മനുഷ്യവർഗത്തോട് അതിൻ്റെ ബലഹീനതയിൽ താതാത്മ്യം പ്രാപിച്ച് ശരീരം ധരിച്ചു. ദൂതന്മാരുടെ ഗണത്തെ സ്വർഗത്തിൽ നിന്ന് ഗതസമനയിലേക്ക് വിളിച്ചിറക്കാതെ അധികാരികളുടെ ആരോപണങ്ങൾക്ക് ശാന്തമായി വിധേയനാകുകയും കുരിശു വഹിക്കുകയും ചെയ്തതിലൂടെ സ്വർഗത്തിൽ കുറ്റാരോപകനുള്ള സ്ഥാനം ക്രിസ്തു അസാധ്യമാക്കി തീർത്തു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ പൗലോസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഭൂമിയിലുള്ള പരിശോധനകൾക്ക് സ്വയം വിധേയമാക്കിയവനെ പോലെ ദൈവത്തെ പോലെയുള്ളവൻ എന്നർത്ഥമുള്ള മീഖായേൽ കുറ്റാരോപകനായ സർപ്പത്തെ പുറത്തെറിയുന്നു. അത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെയും മരണത്തെ നേരിടുമ്പോൾ ക്രിസ്തുവിലും അവൻ്റെ വഴികളിലും ആശ്രയിച്ച
ക്രിസ്താനുഗാമികളുടെയും വിജയമാണ്. 11-ാം വാക്യം അതാണ് ഓർപ്പിക്കുന്നത്. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതും ഇല്ല. മരണപര്യന്തം വിശ്വസ്തനായി തൻ്റെ പ്രാണനെ സ്നേഹിക്കാതെ ലോകത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്, ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ, മരണത്തെ നേരിടുമ്പോൾ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വഴികളിലും ഒക്കെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ അത് ജീവിത വിജയത്തിൻ്റെ നിത്യതയുടെ ആശ്രയമാണ്. അതുകൊണ്ടാണ് ഒരു രാജ്യം, സ്നേഹത്തിൻ്റെ രാജ്യം ക്രിസ്തു സ്ഥാപിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയാണ് രാജ്യം വരുന്നത്. തിന്മയുടെ ശക്തികളെ ചെറുക്കുകയും തകർക്കുകയും ചെയ്യുന്നതിൻ്റെ വളർച്ചയും അത്തരത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ സാധ്യത പരിമിതപ്പെടുന്നു. അവർക്ക് ഭൂമിയിൽ അല്പകാലം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അവരുടെ ആക്രമണം തങ്ങൾക്ക് യഥാർത്ഥ ഭാവി ഇല്ലെന്നറിയുന്നതും തകർന്നുകൊണ്ടിരിക്കുന്നതുമായ ശക്തിയുടേത് മാത്രമാണ്. സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും വിവരണം 3 ഭാഗങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട്. വളരെ ദൈവശാസ്ത്രപരമായി ഇതിനെ വിശദീകരിക്കുന്നവരുമുണ്ട്. ഇതിൻ്റെ അർത്ഥം വളരെയധികം സൂക്ഷ്മമായി തന്നെ അവതരിപ്പിക്കാൻ സാധിക്കും. ജുർഗൻ റോളോഫ് എന്നൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് സ്ത്രീ എന്ന പ്രതീകം യുഗാന്ത്യകാലത്തെ രക്ഷാപ്രവൃത്തി നിറയുന്ന സഭയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. പഴയ നിയമത്തിലെ ദൈവഭവനത്തെ പ്രതിനിധാനം ചെയ്യുന്ന അതിൻ്റെ പിന്തുടർച്ചയായ ഒരു അനുപമ സാന്നിധ്യമായിട്ടാണ് ഈ വേദഭാഗത്തെ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകത്തിലെ സഭാശാസ്ത്രത്തിൽ ഈ വേദഭാഗത്തിന് ഗണ്യമായ പങ്ക് വഹിക്കാനുണ്ട്. പഴയ നിയമ ഉടമ്പടിയുടെ പ്രതീകമായി സ്ത്രീയെയും മശിഹായായി പുതിയ നിയമ സഭയായ കുഞ്ഞിനെയും കരുതി വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ വേദഭാഗത്തിൻ്റെ പ്രാധാന്യത്തിലേക്കാണ്. മഹാസർപ്പം എന്ന അടയാളം സാമ്രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നവയാവാം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്ന രീതിയിൽ സാമ്രാജ്യത്വ പ്രവണതകൾക്ക് തന്നെയാണ് ഇവിടെയും ഒരു നേർചിത്രം യോഹന്നാൻ നൽകുന്നത്. തിന്മശക്തികളെ ജയിക്കുന്ന ദൈവീക പ്രവൃത്തി നമ്മൾ വായിച്ച വേദഭാഗം യുഗാന്ത്യകാല സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ്. മീഖായേൽ എന്ന പ്രധാന ദൂതൻ്റെ നേതൃത്വത്തിൽ മഹാസർപ്പത്തെ നേരിടാനുള്ള ശ്രമം നടക്കുകയാണ്. അത് നയിക്കുന്നത് മഹാസർപ്പത്തിൻ്റെ തിന്മയുടെ നാശത്തിലേക്കാണ്. 10-ാം വാക്യത്തിൽ ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും, അങ്ങനെ നമ്മൾ വായിച്ചു. അതുകൊണ്ട് ഉപദ്രവത്തിൻ്റെ മധ്യത്തിലിരിക്കുന്ന സഭയ്ക്ക് പ്രത്യാശയും പ്രതീക്ഷയും ധൈര്യവും ഇത് നൽകുന്നു. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. തിന്മയുടെ ശക്തി താൽക്കാലികമാണ്. അത് ഏത് വിധത്തിലായാലും താൽക്കാലികമാണ്. അതുകൊണ്ട് തന്നെയാണ് പരാക്രമത്തോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ആ താൽക്കാലികത തിരിച്ചറിയുന്ന തിന്മയുടെ ശക്തി സഭയെയും വിശ്വാസത്തെയും തകർക്കാനുള്ള ശ്രമം ചരിത്രാതീത കാലം മുതലുണ്ട്. എന്നാൽ അതിനെതിരെ ആത്യന്തികമായി ജയിച്ച യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് സമൂഹത്തെ, തൻ്റെ വിശ്വാസ സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്തെ വീണ്ടെടുത്തു.
ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. കൊണ്ട് ഉറപ്പോടും ധൈര്യത്തോടും പ്രതികൂലതകളുടെ മധ്യത്തിലും വിശ്വാസം മുറുകെ പിടിക്കാനുള്ള കൃപയും ബലവും നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് പുതിയ ദിവസത്തിലേക്ക് ഞങ്ങൾ ചുവടുകൾ വയ്ക്കുമ്പോൾ തളർന്നു പോകാതെയും ക്ഷീണിച്ചു പോകാതെയും ഊർജത്തോടെ നിൽപ്പാനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിലും യാത്രകളിലും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിലും വിശ്വസ്തരായിരിക്കാനുള്ള കൃപ നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത സാന്നിധ്യം പകരണമേ. അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കേണ്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും കരങ്ങളിൽ അർപ്പിക്കുന്ന കർത്താവിൻ്റെ കരുണയുള്ള കരം കൂടെയിരുന്ന് പുതിയ നാളുകളിൽ വഴി നടത്തണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.